അപ്പോൾ നമ്മുടെ ക്ലയൻസ് ഈ ഒരു സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നു, അടുത്ത ഫിനാൻഷ്യൽ തുടങ്ങുന്നു. ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊന്ന് നമ്മുടെ ക്ലയൻസായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കൊടുവള്ളി മാസ്റ്റേഴ്സ് ഹബിൻ്റെ ക്ലയൻസ് അവയർനെസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് മാസ്റ്റേഴ്സ് ഹബിൻ്റെ ഡയറക്ടർ കെ എ റഹീം സാറും അതുപോലെ തന്നെ സി എ ഫൈസാൻ സാറുമാണ്. നമസ്കാരം. ഇതിൽ എന്നോടൊപ്പം ഉള്ളത് ഈ സ്ഥാപനത്തിൻ്റെ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫൈസാൻ അഷ്റഫാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളത് 2025-26 സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോവുകയാണ്. 2026-27 ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മുടെ ക്ലയൻസ് ഈ ഒരു സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നു, അടുത്ത ഫിനാൻഷ്യൽ തുടങ്ങുന്നു. ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊന്ന് നമ്മുടെ ക്ലയൻസായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ സാറ് എന്താണ് പറയാനുള്ളത്? സാറ് പറഞ്ഞതുപോലെ ഒരു 10 ദിവസം കൂടെ ഉള്ളൂ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ. അത് കഴിഞ്ഞാൽ April 1 മുതൽ പുതിയൊരു സാമ്പത്തിക വർഷം തുടങ്ങിയാണ്. അപ്പോൾ ഒരു വർഷത്തെ ഫുൾ ട്രാൻസാക്ഷൻസൊക്കെ നോക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെ ആസ്പെക്റ്റ് ഒന്നും GSTൻ്റെ ആസ്പെക്റ്റ് ഒന്നും അതുപോലെ MCA അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം തുടങ്ങാം. ഇൻകം ടാക്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ വർഷം വന്നൊരു മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മെയിൻലി വന്നത് TDSലാണ്. പുതിയൊരു 194T എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സംഭവം ഇത്രയേ ഉള്ളൂ. പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്സ്, റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ്, കമ്മീഷൻ, ബ്രോക്കറേജ് ഏതാണോ ആ എമൗണ്ടിൻ്റെ ഒരു 10% TDS ആയിട്ട് ആദ്യം തന്നെ ഡിഡക്റ്റ് ചെയ്യുക. അത് ഡിഡക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ എമൗണ്ടിൻ്റെ 30% ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവരെ സംബന്ധിച്ചോളം വലിയ ലോസിലേക്കാണ് പോവുക. അപ്പോൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ ആ എമൗണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഓഡിറ്റ് സ്റ്റേജിലാണ് ഈ ഒരു വിഷയം വരിക. അതെ. ഓഡിറ്റ് സ്റ്റേജിൽ പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്ന സമയത്ത് TDS പിടിക്കാത്ത കേസിന് സാലറി കൊടുക്കാൻ പറ്റില്ല. മാക്സിമം 20,000 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ. അതൊരു വലിയ വിഷയമാണ്. നേരത്തെ തന്നെ ആ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നിട്ട് ആ രീതിയിൽ എല്ലാ മാസവും 12 മാസവും പിടിക്കുന്ന. അതെ അതെ. അപ്പോൾ ഈ വർഷം പിടിച്ചില്ല, അടുത്ത വർഷം ഇനി സ്റ്റാർട്ടിങ് തന്നെ. അതെ, ഇനിയിപ്പോൾ ആകുള്ളത് ഈ മാസമാണല്ലോ ഉള്ളത്. അപ്പോൾ ഏർലിയസ്റ്റ് ആയിട്ട് ഈ മാസം തന്നെ അത് ഡിഡക്റ്റ് ചെയ്യാം. എന്നിട്ട് അത് പേയ്മെൻറ്റ് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ ഓഡിറ്റിംഗ് ടൈമത്ത് വേറൊരു ഇഷ്യൂ വരാൻ അറൈസ് ചെയ്യില്ല. പിന്നെ ഇയർ എൻഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ പല സ്ഥാപനങ്ങളിലും റീകൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടാവും. പാർട്ട്ണർഷിപ്പിലൊക്കെ ഇപ്പോൾ പുതിയ പാർട്ട്നേഴ്സ് വരാനുണ്ടാവും, ചില പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ റീകൺസ്ട്രക്ഷൻ്റെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചേഞ്ചസും വരുത്താൻ ഏറ്റവും നല്ലൊരു സമയം ഇതാണ്. March 31 കൂടിയിട്ട് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന സമയത്ത് പുതിയ പാർട്ട്ണർ വരിക, അതിലുള്ള പാർട്ട്ണർ റിട്ടയർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എന്തായാലും അക്കൗണ്ട് ഫൈനൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പാർട്ട്നേഴ്സിൻ്റെ ചേഞ്ചസും അതുപോലെ ഷെയർ ചേഞ്ചസ് ഉണ്ടാവും. ഇതൊക്കെ ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിന് വളരെ സൗകര്യമാണ്. പിന്നെ 94T നമ്മുടെ പാർട്ട്നേഴ്സ് റിട്ടയർ ചെയ്യുകയാണെങ്കിൽ ഈ 94T ചെയ്യുന്നതുകൊണ്ട് പലർക്കും ITR ഫയൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. അതേസമയത്ത് ചില പാർട്ട്നേഴ്സ് ഒന്നും ഇതിലത്ര ആക്റ്റീവുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ പേരിന് മാത്രമേ പാർട്ണർഷിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിനൊക്കെ പാർട്ട്നേഴ്സിനെ വെറുതെ റിട്ടേൺ കൊടുക്കാൻ ബാധ്യസ്ഥരാക്കേണ്ട ആവശ്യമില്ല. അവർ പിരിയുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ITR ഫയൽ ചെയ്താൽ മതിയാവും. അത്രയും കോംപ്ലിക്കേഷൻസ് കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ GSTൻ്റെ ഭാഗത്തുനിന്ന് ഇനി പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റൂൾ 86B ആണ്. അത് മന്ത്ലി 50 lakhs കൂടുതൽ ടേൺ ഓവറുള്ളവർ ശ്രദ്ധിക്കേണ്ട കേസാണ്. മന്ത്ലി 50 lakhs കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ITC 100% നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. മിനിമം 1% എന്തെങ്കിലും ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുക ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ടായിരിക്കും, ഫിനാൻഷ്യലിൻ്റെ പകുതി വെച്ചിട്ടോ ലാസ്റ്റ് വെച്ചിട്ടോ. അപ്പോൾ ഇനി ഏതാണ് കഴിഞ്ഞു പോയി. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ലാസ്റ്റ് മന്തായ മാർച്ചിൽ തന്നെ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ടുള്ളൊരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ 1% ആ വർഷം മൊത്തം ടേൺ ഓവറിൻ്റെ മൊത്തം ടാക്സിൻ്റെ 1% ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയെന്ന് ഉറപ്പുവരുത്തിയാൽ അത്രയും കോംപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവും ഈ ഇത്രയും പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ 1% ആവുള്ളൂ കാര്യം. അപ്പോൾ ഈ മാർച്ചിൽ അത് അടിച്ചു കഴിഞ്ഞാൽ കുമുലേറ്റീവ് ആയിട്ട് നമ്മൾ അടിച്ചെന്നുള്ള ആ ഒരു ബെനിഫിറ്റ് കിട്ടും. കമ്മീഷനൊക്കെ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ വേവ് ചെയ്യാൻ കഴിയും. ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമല്ലോ. അതെ.
പിന്നെ മറ്റൊന്ന് നമ്മുടെ കോമ്പോഷൻ ഡീലേഴ്സ് റെഗുലർ ആക്കുന്നതും റെഗുലർ ഡീലേഴ്സ് കോമ്പോഷൻ ആക്കുന്നതും അതിന് പറ്റുന്ന സമയം തന്നെയാണ്. ശരിക്ക് റെഗുലർ ഡീലേഴ്സിന് കോമ്പോഷൻ ആക്കണമെങ്കിൽ മാർച്ച് 31 അപേക്ഷ കൊടുക്കണം. അതുപോലെ ഈ രണ്ടാണെങ്കിലും ഇതിൻ്റെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഒക്കെ നടത്തേണ്ടതുണ്ട്, IPT വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഏറ്റവും നല്ലത് മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നന്നാവും. ഈ മിഡിലായിട്ട് ഇയറിൻ്റെ മിഡിലൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, സ്റ്റോക്ക് ആൾക്ക് ചെയ്യാനും IPT കാൽക്കുലേറ്റ് ഒക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ക്ലയൻസ് ശ്രദ്ധിക്കുന്നുണ്ടാവും. കോമ്പോസിഷന് വരെ ടേൺ ഓവർ ലിമിറ്റ് ഉണ്ടല്ലോ 1.5 CR അല്ലെങ്കിൽ 50 lakh സർവീസ് സെക്ടേഴ്സിന്. അപ്പോൾ അത് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇപ്പം തന്നെ ഫെബ്രുവരി ആകുമ്പോഴുള്ള ടേൺ ഓവർ നോക്കുക. 1.5 crore ക്രോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അടുത്ത വർഷം കൂടിയൊക്കെ കോമ്പോസിഷൻ ചെയ്യാൻ പോകണമെങ്കിൽ 1.5 മുകളിൽ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ ഈ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും അപ്പോൾ നമുക്കറിയാം, ഒരു വർഷത്തെ പർച്ചേസിൻ്റെ മുകളിൽ വന്ന പർച്ചേസ് റിട്ടേൺസ് അല്ലെങ്കിൽ സെയിൽസിൻ്റെ മുകളിൽ വന്ന സെയിൽസ് റിട്ടേൺസ് അതാത് സാമ്പത്തിക വർഷം തന്നെ വരുന്നതാണ് അക്കൗണ്ടിൽ ഏറ്റവും നല്ലത്. നമുക്ക് അടുത്ത വർഷം ചെയ്താൽ പോലും അത് റിവൈസ് ചെയ്യാനൊക്കെ കഴിയും. എന്നാൽ പോലും ഈ വർഷം അക്കൗണ്ട് ഫയൽ ചെയ്യുന്നതിന് മുമ്പ്, ഓഡിറ്റിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട പർച്ചേസിൻ്റെ പർച്ചേസ് റിട്ടേൺസും സെയിൽസിൻ്റെ സെയിൽസ് റിട്ടേൺസും ഒക്കെ അക്കൗണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അക്കൗണ്ട് വളരെ കറക്റ്റായിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും. ഈ വർഷത്തെ റിട്ടേൺസ് പർച്ചേസിന് മുകളിൽ റിട്ടേൺസ് അടുത്ത വർഷം വരുമ്പം അടുത്ത വർഷത്തെ പർച്ചേസിനാണ് അത് കുറയുക. അപ്പം അങ്ങനെ ആകുമ്പോൾ രണ്ട് വർഷത്തെയും അക്കൗണ്ട്സിന് മിസ്റ്റേക്ക് വരാൻ സാധ്യത. പിന്നെ അത് റിവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എഫേർട്ട് വെറുതെ കൂടുകയും ചെയ്യും, കോംപ്ലിക്കേറ്റഡ് ആകുകയും ചെയ്യും. ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ ഒരു ഇയർ എൻഡ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ മറ്റൊന്നുള്ളത്, അടുത്ത വർഷം പുതിയ സീരീസിലാണ് ഈ ഇൻവോയ്സ് തുടങ്ങേണ്ടത്. ഇൻവോയ്സ് തുടങ്ങേണ്ടത് സീരീസിലാണ്. ഇപ്പം തന്നെ നോക്കണം എത്ര നമ്പർ ആയിട്ട് നോക്കിയിട്ട് അടുത്ത വർഷത്തുള്ളത് മാനുവലാണെങ്കിൽ മാനുവലായിട്ട്, ഇനി കമ്പ്യൂട്ടറാണ് കമ്പ്യൂട്ടർ, എങ്ങനെയാലും പുതിയ സീരീസിലാണ് April 1 മുതൽ തുടങ്ങേണ്ടത്. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കുറേ ആൾക്കാർ April 10 ആയതിനു ശേഷമാണ് ഓർമ്മിക്കുക, അറിയാതെ ഈ വർഷം തന്നെ തുടർന്ന് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പേര് ശ്രദ്ധിക്കുക. അടുത്ത വർഷം പുതിയ സീരീസിൽ ആണ് തുടങ്ങേണ്ടത്. ഈ ഇൻവോയ്സിങ്ങിനെ കുറിച്ചൊന്നും പറയേണ്ടതുണ്ടല്ലോ അല്ലേ? ഇൻവോയ്സ് ഒരു അടുത്ത വർഷം പുതുതായിട്ട് ഈ ഇൻവോയ്സ് വരേണ്ട കേസുകളുണ്ടാവും. 5 CR ടേൺ ഓവർ നിങ്ങൾക്ക് എക്സീഡ് ചെയ്തിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം. അത് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻവോയ്സിലേക്ക് മാറേണ്ടതാണ്. ഇൻവോയ്സിലേക്ക് മാറിയില്ലെങ്കിൽ അത് റെസിപ്പിയൻസിന് പ്രശ്നമാണ്, സപ്ലയേഴ്സിന് പ്രശ്നമാണ്. അപ്പോൾ അത് ആവർത്തിക്കാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് ടേൺ ഓവർ ഒന്ന് വെരിഫൈ ചെയ്താൽ. മുൻ സാമ്പത്തിക വർഷങ്ങളിൽ ഏതെങ്കിലും വർഷങ്ങളിൽ 5 കോടിൻ്റെ മുകളിൽ ടേൺ ഓവർ വരുമ്പോഴാണ് ഈ ഇൻവോയ്സ് തുടങ്ങേണ്ടത്. ഈ ഇൻവോയ്സ് അടുത്ത വർഷം അങ്ങനത്തെ കേസുകൾ B2B മുഴുവനും ഈ ഇൻവോയ്സിലാണ് പോകേണ്ടത്. B2B കേസ്, B2Cക്ക് പ്രശ്നമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ ഡിഫറെൻറ്റ് റേറ്റ് ഓഫ് ഗുഡ്സിൽ സെയിൽ ചെയ്യുന്ന ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ സെയിൽ ചെയ്ത് പോവാണ്. ചിലപ്പോൾ ഒരു റേറ്റ് ഓഫ് ടാക്സിലുള്ള സെയിൽ തീരെ എഴുതിയിട്ടുണ്ടാവില്ല, ഒരു റേറ്റ് ഓഫ് ടാക്സിൽ കണ്ടമാനം എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പർച്ചേസ് ഇല്ലാത്ത കേസ്, പർച്ചേസ് വേണ്ടതില്ലാതെ സെയിൽ ചെയ്ത് പോയ കേസുകളുണ്ടാവും. ചിലപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ടാവും. 5% പർച്ചേസ് ഉണ്ടാവുക, പക്ഷേ അവർ വിറ്റുണ്ടാവുക 18%. അപ്പം എല്ലാ പെർസെൻറ്റേജും അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സെയിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ എക്സസ് സ്റ്റോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റോക്ക് ഷോർട്ട് ആയിരിക്കും, അങ്ങനെ ഉണ്ടാവും. അതും ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ എന്താ ഇനി ഉള്ളത്? പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൻ്റെ ആൾക്കാരോട് പറയാനുള്ളതാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കുറേ കംപ്ലയൻസസ് ഉണ്ട്. ആനുവലി ഫയൽ ചെയ്യേണ്ട കുറേ ഫോംസ് ഉണ്ട്, AOC 4, MGT7, DPT എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നോർമൽ ഫീ പ്ലസ് അഡീഷണൽ ഫീസാണ് ശരിക്കും അടയ്ക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഒരു സ്കീം വന്നതോട് കൂടിയിട്ട് ഒരു ഫെസിലിറ്റേഷൻ സ്കീം വന്നിട്ടുണ്ട്. അതാകുമ്പോൾ നോർമൽ ഫീസ് പ്ലസ് 10% ഓഫ് അഡീഷണൽ ടാക്സ് അടിച്ചാൽ April 25 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 1 month ടൈം പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഇതുവരെയുള്ള പെൻഡിങ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പീരീഡിനുള്ളിൽ ഫയൽ ചെയ്ത് തീർക്കണം. ചെറിയൊരു 10% ചാർജ് വരും. 90% ലാഭം ഉണ്ടാവും. അതെ, അത്ര ലാഭം ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം ടൈം പീരീഡിനുള്ളിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. അതുപോലെ GSTയിൽ 16(2) പ്രകാരമുള്ള പേയ്മെൻറ്റ് എഗൻസ്റ്റ് പർച്ചേസ് 180 ഡേയ്സിനുള്ളിൽ കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ 150 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ എടുത്ത ഇൻപുട്ട് നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരും, റിവൈസ് അടക്കേണ്ടി വരും. മാത്രമേ ഇൻട്രസ്റ്റും വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പർച്ചേസ് നടത്തിയ സപ്ലയർക്ക്
180 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തിയെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നോക്കുക. പെൻഡിങ് പേയ്മെൻറ്റ്സിനൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് അതെ, 180 ഡേയ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ എടുത്ത IPT നമ്മൾ റിവേഴ്സ് ചെയ്യും. ഓക്കെ. പിന്നെ വേറൊന്നല്ലേ, MSMEൻ്റെ MSME ടീമിനോട് വാങ്ങിച്ച MSME സപ്ലയറോട് വാങ്ങിച്ച സാധനങ്ങളുടെ പേയ്മെൻറ്റ് വിത്തിൻ 15 ഡേയ്സ് അടക്കണം. 15 ഡേയ്സ് അടക്കണം. അത് ഇൻകം ടാക്സിനാണ് പറയുന്നത്. അല്ലെങ്കിൽ 45 ഡേയ്സ് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ 45 ഡേയ്സിൻ്റെ അപ്പുറം എന്താണ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ MSME ഡീലേഴ്സ്, മൈക്രോ സ്മോൾ ഡീലേഴ്സ്, മീഡിയം അല്ല, മൈക്രോ സ്മോൾ എൻ്റർപ്രൈനേഴ്സിന് എത്തുന്നത് വാങ്ങിച്ച സാധനത്തിന് മുകളിലെ പേയ്മെൻറ്റ് 15 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തണം. എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ, എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ നടത്തണം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഫെബ്രുവരി 15 മുമ്പ് വാങ്ങിച്ച എല്ലാ സാധനങ്ങളുടെയും പേയ്മെൻറ്റ് മാർച്ച് 31 അടിച്ചു തീർക്കണം. അല്ലെങ്കിൽ അതിൻ്റെ 30% ഡിസലവൻസ് വരും. അപ്പോൾ നമ്മളെ പ്രോഫിറ്റും ഒക്കെ കൂടുകയൊക്കെ ചെയ്യും, ടാക്സ് കൂടും. അപ്പോഴാണ് പാർട്ടികൾ നമ്മുടെ അടുത്ത് അവലാതിയായിട്ട് വരിക. അതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണെന്നാണ് നമ്മുടെ ക്ലയൻസിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തെ ഓഡിറ്റിങ്ങും ഫയലിംഗ് എല്ലാം സ്മൂത്തായി ചെയ്യാൻ പറ്റും. ഏതായാലും ഇത്തരം വിഷയങ്ങളൊക്കെ ഓഫീസിൽ നിങ്ങളെ ബന്ധപ്പെട്ട നമ്മൾ സ്റ്റാഫ് അറിയിക്കുന്നുണ്ട്. അറിയിക്കുമ്പോൾ അവരോട് സഹകരിക്കുക. എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. ഓക്കെ.